ഹരി ഓം. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഞാൻ സുദർശനൻ മേഴത്തൂർ. 2025 ഓഗസ്റ്റ് മാസത്തിലെ ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. 12 രാശികൾക്കും കൂറുകാർക്കും ഈ ഓഗസ്റ്റ് മാസം എങ്ങനെയെന്ന് ചിന്തിക്കാം. മുൻമാസ ഫലങ്ങളെ കുറിച്ചൊക്കെ തന്നെ പറഞ്ഞിരുന്നു. കർക്കിടക സംക്രമം എല്ലാം തന്നെ കഴിഞ്ഞ് മേടമാസം തുടങ്ങി ഇങ്ങോട്ട് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞ് ചിങ്ങത്തിൽ ഏതാണ്ട് പുതിയ കൊല്ലവർഷവുമൊക്കെ ആരംഭിക്കുന്ന കാലഘട്ടവും ആണല്ലോ. ഈ സമയത്തെ ഫലങ്ങളെക്കുറിച്ച് പ്രത്യേകം നമുക്കൊന്ന് ചിന്തിക്കാം. ആമുഖമായി തന്നെ പറയാം, പൊതുഫലങ്ങളാണ്. അവരവരുടെ വ്യക്തിപരമായ ജാതക വിഷയങ്ങളെ സംബന്ധിച്ച് ഏറെ മാറ്റങ്ങൾ ഉണ്ടാവാം. അതെല്ലാം തന്നെ അവരവരുടെ ഗ്രഹകാലങ്ങളും ദശാകാലങ്ങളും ചിന്തിച്ചുകൊണ്ട് മനസ്സിലാക്കണമെന്നും പൊതുവായ ഫലങ്ങളാണ് പറയുന്നതെന്നും ചിന്തിക്കാം. ആദ്യം തന്നെ മേടക്കൂറ് അശ്വതിയും ഭരണിയും കാർത്തികയുടെ കാൽഭാഗവും ചേർന്ന മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പ്രവൃത്തിയിൽ വലിയ വിജയം വരുന്നൊരു കാലഘട്ടമാണ് ഈ സമയം. ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും ബിസിനസ് മേഖലയിലും ഒക്കെ തന്നെ ധാരാളം പ്രോഗ്രസ്സും ഒക്കെ ഉണ്ടാവുന്ന ഒരു കാലഘട്ടം തന്നെയാണ് മേടക്കൂറുകാരെ സംബന്ധിച്ച് ഈ കാലഘട്ടം. സന്താന സുഖങ്ങളും കുടുംബപരമായ ഐശ്വര്യവും ഒക്കെ ധാരാളം ഉണ്ടാകുന്ന ഈ കാലഘട്ടം ഏറെ ഈശ്വരാധീനവും ദൈവാധീനവും ഒക്കെ വന്നു ചേരുന്ന കാലഘട്ടം തന്നെയാണ്. എങ്കിലും ചില അനിഷ്ട സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ടാകുവാനും ഇടയായി ഈ കാലഘട്ടത്തിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. പ്രത്യേകിച്ച് 12 നിൽക്കുന്ന ശനിയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ വാദസംബന്ധമായ രോഗങ്ങൾ ആയതുകൊണ്ടും ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാനും അനാവശ്യമായ ചില ചിലവുകളൊക്കെ തന്നെ വന്നുകൊണ്ട് ജീവിതത്തിലെ സമയം വ്യർത്ഥം നഷ്ടമാവാനുള്ളൊരു സമയവും കൂടിയുണ്ട്. അതൊക്കെ തന്നെ വളരെ ശ്രദ്ധിച്ച് ഗൗരവമായ കാര്യങ്ങളെ ചിന്തിച്ചാൽ തന്നെ ഏറെ നല്ല നേട്ടങ്ങൾ ഉണ്ടാകുവാനുള്ള കാലഘട്ടമാണ്. പരിഹാരാർത്ഥമായി ശാസ്താവിനെ ഭജിക്കുക. ശാസ്ത്ര ക്ഷേത്രങ്ങളിൽ, അയ്യപ്പ ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുക. ശനീശ്വര മന്ത്രം ജപിക്കുന്നത് വളരെ വിശേഷമാണ്. മുൻ അധ്യായങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഓം കാകധ്വജായ വിദ്മഹേ ഗഡ്ഗഹസ്തായ ധീമഹി തന്നോ ശനീശ്വര പ്രചോദയാത്. ഈ ശനീശ്വര ഗായത്രി മന്ത്രം 21 തവണ ജപിക്കണതൊക്കെ തന്നെ ദോഷഫലങ്ങളിൽ നിന്ന് ഏറെ നല്ല മുക്തി കിട്ടാനുള്ള സമയമാണ്. അയ്യപ്പ ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യണതും ശബരിമലയിലേക്ക് പോകുന്ന സ്വാമിമാർക്ക് കറുത്ത വസ്ത്രം ദാനമായി കൊടുക്കുന്നതും ഏറെ നല്ല അനുഗ്രഹങ്ങൾ നൽകുന്ന ഒരു കാലഘട്ടമാണിത്. അതായത് ശ്രദ്ധിക്കുക. ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കാർത്തികയുടെ മുക്കാലും രോഹിണിയും മകീരത്തിൻ്റെ 1ഉം 2ഉം പാദങ്ങൾ അത്രേ ഇടവക്കൂറ്. ഇടവക്കൂറുകാർക്ക് ഓഗസ്റ്റ് മാസം മിശ്രഫലമായിട്ടാണ് കാണുന്നത്. ശുഭവും അതിനോടനുബന്ധിച്ചൊക്കെ തന്നെ അല്പമൊക്കെ ദുഃഖങ്ങളും ഉള്ള ഈ കാലഘട്ടം, പ്രത്യേകിച്ച് ഗൃഹത്തിൽ അല്പമൊക്കെ മനസ്സമാധാനക്കുറവ്, ചെറിയ അനിഷ്ടങ്ങൾ, കലഹങ്ങൾ, സന്താനങ്ങളെ സംബന്ധിച്ച് ഏറെ ദുഃഖങ്ങളൊക്കെ അനുഭവിക്കാൻ കാരണമായിട്ടൊരു കാലഘട്ടം അത്ര ഇത്. എങ്കിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വ്യാപാര സംബന്ധങ്ങളായ അഭിവൃദ്ധികൾ, ഷെയർ മാർക്കറ്റ്, ഊഹക്കച്ചവടം തുടങ്ങിയ വിഷയങ്ങൾ, അതിലൊക്കെ തന്നെ നേട്ടങ്ങൾ, ഐശ്വര്യങ്ങളൊക്കെ വന്നു ചേരാനും, നാൽക്കാലി സംബന്ധമായ വിഷയമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു കാലഘട്ടം അത്ര ഇത്. ഗൃഹസംബന്ധമായിട്ടും അല്പമൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇത്. എങ്കിൽ തന്നെയും പരിഹാരാർത്ഥമായി ഈ സമയത്ത് ഇടവക്കൂറുകാർ നിർബന്ധമായിട്ടും മുരുകസ്വാമിയെ ഭജിക്കുക, സുബ്രഹ്മണ്യനെ ഭജിക്കുക. അടുത്ത സുബ്രഹ്മണ്യ ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് ദർശനം നടത്തുക. മുരുകന് വിശേഷമായിട്ടുള്ള പാലഭിഷേകം, പഞ്ചാമൃതാഭിഷേകം എന്നിവയൊക്കെ നിർവഹിക്കുന്നത് വളരെ നല്ലതാണ് ഈ കാലഘട്ടത്തിൽ. പഴനിയിലൊക്കെ പോകാൻ സാധിക്കുന്നവർ അവിടെ ചെന്ന് ഭഗവാനെ ദർശിക്കണവർ, അല്ലെങ്കിൽ തൊട്ടടുത്ത മുരുകക്ഷേത്രങ്ങളിലൊക്കെ ഭഗവത് ദർശനം ചെയ്യണതും വളരെയേറെ വിശേഷമാണ്. 6 അക്ഷരങ്ങളുള്ള ശരവണഭവ ഓംകാരമൊക്കെ ചേർത്ത് ഓം ശരവണഭവ എന്ന ദിവസം 56 ഉരു ജപിക്കണതും ഈ സമയത്തെ ദോഷഫലങ്ങളിൽ നിന്ന് മുക്തി നേടാൻ അനുയോജ്യമായ കാലഘട്ടമാണ്.
അടുത്തത് മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മിഥുനക്കൂറ് മകീര്യത്തിൻ്റെ 3ഉം 4ഉം പാദങ്ങൾ, തിരുവാതിരയും പുണർദ്ധത്തിൻ്റെ 1ഉം 2ഉം 3ഉം പാദങ്ങൾ അത്രേ മിഥുനക്കൂറ്. ഇവരെ സംബന്ധിച്ചും കലാകാരന്മാർക്ക് വിശേഷിച്ച് നല്ല സമയമാണ് മിഥുനക്കൂറിലെ. ബിസിനസ് മേഖലകൾ, വ്യാപാരം, തൊഴിൽ സംബന്ധമായ വിഷയങ്ങളിലൊക്കെയും തന്നെ അഭിവൃദ്ധിയും ഐശ്വര്യവും വന്നു ചേരുന്ന ഒരു കാലഘട്ടം അത്ര ഇത്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്ത് ശനിയുടെയൊക്കെ തന്നെ അല്പം ദൃഷ്ടി അവർ ബാധിക്കുകയുണ്ട്. അലസതയും മന്ദതയും കാര്യങ്ങളിലൊക്കെയും തന്നെ അല്പം ഒരു ആലസ്യവും ചെയ്ത് തീർക്കാനൊക്കെ അല്പം വൈഷമ്യവും ഒക്കെ വരുന്ന കാലഘട്ടമാണ്. എങ്കിലും പരിഹാരാർത്ഥമായി ശ്രീ ഭഗവതിയെ ഭജിക്കുക. കർക്കിടക മാസമൊക്കെ പ്രത്യേകിച്ച് ഭഗവതി ഭജനത്തിന് വളരെ പ്രാധാന്യമുള്ള സമയമാണല്ലോ. അതുകൊണ്ട് ദേവിയെ ഭജിക്കുന്നത് വളരെ വിശേഷമാണ്. ദേവീക്ഷേത്രത്തിൽ പറ്റൂച്ചാൽ തൊട്ടടുത്ത ദേവീക്ഷേത്രം അല്ലെങ്കിൽ അവരവർക്കും കാരണമായിട്ടുള്ള ദേശദേവതകളൊക്കെ ഉണ്ടാവാം. ആ ദേശദേവതാ ക്ഷേത്രങ്ങളിലൊക്കെയും ദർശനം ചെയ്യുന്നത് വളരെ നല്ലതാണ്. ലളിതാ സഹസ്രനാമം വീട്ടിലിരുന്ന് വായിക്കുക, അത് വളരെ ഗുണങ്ങൾ ചെയ്യും. ശ്രീ ഭഗവതിയെ പൂജിക്കുക, ഭഗവതിക്ക് നെയ്വിളക്ക് സമർപ്പിക്കുക എന്നിവയൊക്കെ കൊണ്ട് ഈ കാലഘട്ടത്തിലെ ദോഷഫലങ്ങളിൽ നിന്ന് വലിയൊരു മുക്തി അവർക്ക് സിദ്ധിക്കാൻ സാധിക്കും. ഇനി കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പുണർദ്ധത്തിൻ്റെ 4ആം പാദം പൂയവും ആയില്യവും അത്രേ കർക്കിടകക്കൂറ. അവർക്കും ചെറിയ രീതിയിലുള്ള രോഗാവസ്ഥകളൊക്കെ തന്നെ ബാധിക്കാനുള്ളൊരു കാലഘട്ടം. ആരോഗ്യമൊക്കെ പ്രത്യേകിച്ച് വാത കഫ സംബന്ധങ്ങളായ രോഗങ്ങൾ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടവുമാണ്. അത് ഈ മാസത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അവരെ സംബന്ധിച്ചും ആയത് രോഗങ്ങളൊക്കെ വർദ്ധിക്കത്തക്ക ഒരു കാലഘട്ടമുണ്ട്. ഗൃഹത്തിലൊക്കെ തന്നെ ചില തർക്കങ്ങൾ ഉണ്ടാവുക, ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ ചെറിയ തടസ്സങ്ങൾ, ജോലിയിലൊക്കെ തന്നെ മാറ്റം, പരിവർത്തനം, ഇതൊക്കെ ഉണ്ടാവാൻ കാലമായിട്ടുള്ളൊരു സമയമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടം എന്ന് തന്നെ പറയാൻ സാധിക്കും. അതുകൊണ്ട് കർക്കിടകക്കൂറുകാർ സാധിക്കു വെച്ചാൽ സർപ്പാരാധന നടത്തുന്നത് വളരെ വിശേഷമാണ്. നാഗപഞ്ചമി ഒക്കെ വരുന്നുണ്ട്. നാഗപഞ്ചമി ഒക്കെ ആചരിക്കുന്ന ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ ആ സമയത്ത് ആ ദേവതാ ദർശനം ചെയ്യുക. ഇല്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ സർപ്പങ്ങൾക്ക് വിശേഷേണ നുറുമ്പാലും വഴിപാട്, ആയില്യം നാള് നോക്കിയിട്ട് വഴിപാടൊക്കെ കഴിക്കുക, ധാരാളം വിശേഷമാണ്. സർപ്പഗായത്രി, അനന്തസ്വാമിയെ ഭജിച്ചുകൊണ്ടുള്ള സർപ്പഗായത്രി മന്ത്രം ജപിക്കുക. നവനാഗങ്ങളുടെ അനന്തോ വാസുകീശേഷ പത്മനാഭശ്ച കമ്പല ധൃതരാഷ്ട്ര ശംഖപാല തക്ഷക കാളിയസ്ഥത എന്നുള്ള ഈ നാഗമന്ത്രം 21 തവണ ദിവസവും ഉരുവിടുന്നതും ജപിക്കുന്നതും ദോഷഫലങ്ങളിൽ നിന്ന് ഏറെ നല്ല ലഘുത്വം കിട്ടാൻ അവർക്ക് അനുഗ്രഹീതമായി മാറും. എങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. സദ്ഫലങ്ങളൊക്കെ തന്നെ വഴിയെ വന്നു ചേരും. അടുത്തത് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മകവും പൂരവും ഉത്രത്തിൻ്റെ 1ആം പാദവും അത്രേ ചിങ്ങക്കൂറുകാർ. ചിങ്ങക്കൂറുകാർക്കും അല്പമൊക്കെ തന്നെ ഐശ്വര്യത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കാലഘട്ടം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഗൃഹത്തിൽ ശാന്തിയും സമാധാനവും സ്വസ്തിയും അനുഗ്രഹവും ഒക്കെ തന്നെ വന്നു ചേരും. ദീർഘയാത്രകൾ ഒക്കെ തന്നെ പോകാൻ ഭാഗ്യം സിദ്ധിക്കുന്ന ഒരു സമയമാണ്. അതോടൊപ്പം തന്നെ വിജയം, ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ വിജയവും ഐശ്വര്യവും വന്നു ചേരും. വിദേശയാത്രകൾക്കൊക്കെ പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നവരെ സംബന്ധിച്ച് വിദേശയാത്രകളൊക്കെ ഭംഗിയായി പൂർത്തീകരിക്കാൻ സാധിക്കും. എങ്കിലും ശത്രു ദോഷങ്ങളൊക്കെ തന്നെ ബാധിക്കുകൊണ്ട് അല്പമൊക്കെ തന്നെ മനപ്രയാസങ്ങൾ ഉണ്ടാവാനും ചില കാര്യങ്ങളിലൊക്കെ തന്നെ മനസ്സിന് വൈഷമ്യങ്ങൾ ഉണ്ടാക്കുന്ന അനുഭവങ്ങൾ ശത്രുസ്ഥാനങ്ങളിൽ നിന്നൊക്കെ തന്നെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. എന്നിവ കൊണ്ട് പരിഹാരാർത്ഥമായി ശിവങ്കൽ കൂവളമാല സമർപ്പിക്കുക, ഭഗവാന് പിൻവിളക്ക് സമർപ്പിക്കുക. അറിയണവരാണെങ്കിൽ ശിവസഹസ്രനാമ മന്ത്രം വൈകുന്നേരങ്ങളിൽ ഇരുന്ന് ജപിക്കുന്നത് വളരെ വിശേഷമാണ്. ഇനി അതും സാധിക്കില്ല വെച്ചാൽ ശിവക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതോടൊപ്പം ഒരു ഭാഗത്ത് സ്വസ്ഥായിരുന്ന ഒരു 108 തവണ നമശിവായ എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക കൊണ്ടും ഈ കാലഘട്ടത്തിലെ അല്പമൊക്കെയുള്ള വിഷമഘട്ടങ്ങളെ തരണം ചെയ്യാൻ ദൈവാധീനം സഹായിക്കും. കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഉത്രത്തിൻ്റെ 2ഉം 3ഉം 4ഉം പാദങ്ങളും അത്തവും ചിത്തിരയുടെ 1ഉം 2ഉം പാദങ്ങൾ. അവർക്കൊരു മിശ്രഫലം എന്ന് തന്നെ പറയേണ്ടി വരും.
ഗൃഹത്തിലൊക്കെ ശാന്തിയും സമാധാനവും സ്വസ്തിയും, ബിസിനസ്സിലൊക്കെ തന്നെ അല്പം മാറ്റങ്ങൾ ഉണ്ടാവുന്ന ഒരു കാലഘട്ടം. ഷെയർ മാർക്കറ്റ് സംബന്ധമായ വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക്, ഫിനാൻഷ്യൽ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ തന്നെ അല്പമൊക്കെ തന്നെ മാറ്റം ഉണ്ടാവാൻ, ചില അഭിവൃദ്ധിയൊക്കെ വരുന്നൊരു കാലഘട്ടമാണ്. എങ്കിലും വാതകഫസംബന്ധങ്ങളായ രോഗങ്ങൾക്കുള്ള സാധ്യത ഇവർക്കും ഏറെ കാണുന്നുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ വളരെ അശ്രദ്ധ കൊണ്ട് തന്നെ ആരോഗ്യം നഷ്ടമായി പോകാനും, ആരോഗ്യപരമായിട്ടുള്ള ദോഷങ്ങളെ കൊണ്ടൊക്കെ തന്നെ ഗൃഹത്തിൽ വിഷമങ്ങൾ ഉണ്ടാവാനും ഒക്കെ കാരണമായിട്ടുണ്ടാവും. അതുകൊണ്ട് തീർച്ചയായിട്ടും വിഷ്ണു പ്രീതി ചെയ്യുക, പരിഹാരാർത്ഥമായി ഗുരുവായൂരപ്പനെ ഭജിക്കുക, മഹാവിഷ്ണുവിനെ ഭജിക്കുക. ശ്രീകൃഷ്ണ അഷ്ടോത്തര മന്ത്രം ജപിക്കാൻ അറിയണവരാണെങ്കിൽ അത് ജപിക്കാം. വിഷ്ണു സഹസ്രനാമ മന്ത്രം വ്യാഴാഴ്ചകളിൽ ഇരുന്ന് ജപിക്കുന്നതും വളരെ വിശേഷമാണ്. അതിനും സാധിച്ചില്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള ദ്വാദശാക്ഷരി മന്ത്രം 108 തവണ ദിവസവും ഗൃഹത്തിങ്കലിരുന്ന് ജപിക്കുക കൊണ്ട് ഏറെ നല്ല ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും വന്നു ചേരും. ഇത്രയും ചെയ്താൽ ഇപ്പോഴുള്ള ദോഷദുരിത ഫലങ്ങളിൽ നിന്ന് ഒരനുഗ്രഹം ചിങ്ങക്കൂറുകാർക്ക് വന്നു ചേരും. അനുഗ്രഹീതമായിട്ടുള്ള ഈ കാലഘട്ടം അടുത്തത് നമ്മുടെ തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ചിത്തിരയുടെ 3ഉം 4ഉം പാദങ്ങൾ, ചോതിയും വിശാഖത്തിൻ്റെ 1ഉം 2ഉം 3ഉം പാദങ്ങൾ. വ്യാഴാനുകൂല്യം വളരെ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം. തൊഴിലിൽ വ്യാഴം പ്രസാദിച്ച് നിൽക്കുന്ന ഒരു സമയം എന്നുള്ളത് കൊണ്ട് തന്നെ തൊഴിൽ സ്ഥാനം, സന്താനസ്ഥാനം, മാതുലസ്ഥാനങ്ങൾ ഒക്കെ തന്നെ വളരെയേറെ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും വന്നു ചേരും. തൊഴിൽ സംബന്ധമായ പുതിയ പ്രമോഷൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ, ഗൃഹസംബന്ധങ്ങളായ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ, വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യണവർക്ക് അത് പൂർത്തീകരിക്കാനുള്ള സമയം. പുതിയ മേഖലകളിലേക്ക് പലായനം ചെയ്യാൻ, മൈഗ്രേഷൻ അല്ലെങ്കിൽ വിദേശ വാസത്തിന് അപേക്ഷിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അങ്ങനെ, എന്നീ കാര്യങ്ങളൊക്കെ തന്നെ വളരെ ഏറെ അനുഗ്രഹീതമായി വരാനും യോഗ്യമായ സാധ്യതകൾ, നല്ല ഓപ്പർച്യൂണിറ്റീസൊക്കെ അവർക്ക് വന്നു ചേരാനും കാരണമായിട്ടുള്ളൊരു സമയമാണ്. എങ്കിലും ദോഷങ്ങൾക്ക് ഒരറുതി വരുന്നതിന് വേണ്ടിയിട്ട് പരിഹാരാർത്ഥം ശിവഭജനം തന്നെയാണ് അവരും ചെയ്യേണ്ടത്. പഞ്ചാക്ഷരി മന്ത്രജപം, തിങ്കളാഴ്ചകൾ തോറും ശിവന് കുവളമാല സമർപ്പിക്കുക, ശിവക്ഷേത്രത്തിലിരുന്ന് പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക കൊണ്ട് ഈ സമയത്ത് വന്നു ചേരാവുന്ന ദോഷഫലങ്ങളിൽ നിന്ന് ഒരറുതി വന്നു ചേരും. തീർച്ചയായിട്ടും ഏറെ നല്ല സദ്ഫലങ്ങളൊക്കെയും തന്നെ അവർക്ക് വന്നു ചേരും. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വിശാഖത്തിൻ്റെ 4ആം പാദം, അനിഴവും തൃക്കേട്ടയും അല്പം ഒന്ന് ശ്രദ്ധിക്കേണ്ട കാലഘട്ടം എന്ന് പറയേണ്ടിയിരിക്കുന്നു. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്ന ഒരു സമയം എന്നുള്ളത് കൊണ്ട് തന്നെ ഗൃഹത്തിങ്കൽ അല്പമൊക്കെ കലഹങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയത്രേ. സഹോദരന്മാർ അവരുമായിട്ടുള്ള ചില അനിഷ്ടങ്ങളൊക്കെ തന്നെ വന്നു ചേരാനും കാലമാവും. വാഹന സംബന്ധമായിട്ടും ഒക്കെയുള്ള ദോഷങ്ങൾ ബാധിക്കാനും, ചെറിയ അപകടങ്ങൾക്കുള്ള സാധ്യത, രോഗങ്ങളൊക്കെ തന്നെ അല്പം മൂർധന്യാവസ്ഥയിലെത്താനുള്ള സാധ്യത. അതുകൊണ്ട് പണം, അനാവശ്യമായ ചിലവുകളൊക്കെ ധാരാളം വന്നു ചേരാൻ കാലമായിട്ടുള്ളൊരു സമയമാണ്. സൽഫലങ്ങളൊക്കെ ചെയ്താലും സൽക്കർമ്മങ്ങളൊക്കെ ചെയ്താലും തൊഴിലിടങ്ങളിൽ നിന്നും പ്രശംസയും അതുപോലെ തന്നെ നല്ല റിസൾട്ടുകളൊന്നും തന്നെ ലഭിക്കാത്തത് കൊണ്ടൊക്കെ ഏറെ ദുഃഖം, മനപ്രയാസം ഉണ്ടാകുന്ന ഒരു കാലഘട്ടം അത്ര ഇത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സമയത്ത് വൃശ്ചികക്കൂറുകാർ എല്ലാവരും തന്നെ ശൈവ വൈഷ്ണവ ശാക്തേയമായ ദേവതകൾ ഉപാസിക്കുക, ഭഗവതിയെയും ശിവനെയും വിഷ്ണുവിനെയും നന്നായിട്ട് ഭജിക്കുക. ഈ 3 ക്ഷേത്രങ്ങളിലും പറ്റുമെങ്കിൽ ആഴ്ചയിൽ സാധിക്കുന്ന അത്രയും ദിവസങ്ങളിൽ ചെല്ലുക. 4 അമ്പല ദർശനത്തിൻ്റെയൊക്കെ ഒരു കാലഘട്ടം നടന്നുകൊണ്ടിരിക്കുകയുണ്ട്. സാധിക്കു വെച്ചാൽ അവരവരുടെ ദേശവുമായി ബന്ധപ്പെട്ട ശ്രീരാമ, ഭരത, ലക്ഷ്മണ, ശത്രുഘ്ന സന്നിധികൾ അടുത്തുണ്ടെങ്കിൽ അവിടെയെല്ലാം തന്നെ ചെന്ന് ദർശനം ചെയ്ത് ഭാഗ്യസൂഗതാദി പുഷ്പാഞ്ജലികൾ കഴിക്കാൻ അല്പമൊക്കെ സമയം ആനുകൂല്യമായി വരാൻ അത് കാരണമാവും. വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യാൻ സാധിക്കണവരങ്ങനെ, അല്ല ശ്രവിക്കാൻ സാധിക്കണവരാച്ചാൽ അങ്ങനെ. വിഷ്ണു പ്രീതിയും ദൈവാധീനവും ഏറെ ഉണ്ടാക്കേണ്ട ഒരു കാലഘട്ടമാണ്. അല്പമൊക്കെ ദോഷഫലങ്ങൾക്ക് തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവും. വൃശ്ചികക്കൂറുകാർ അത്ര കണ്ട് ശ്രദ്ധിക്കുക. ഇനി ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ 1ആം പാദവും അത്രേ ധനുക്കൂറുകാർ. വ്യാഴം ഇഷ്ടസ്ഥിതിയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടം എന്നുള്ളത് കൊണ്ട് തന്നെ, ഇഷ്ടസ്ഥിതിയിലേക്ക് വന്നിട്ടുള്ള ഒരു കാലഘട്ടം എന്നുള്ളത് കൊണ്ട് തന്നെ
നല്ല ആനുകൂല്യങ്ങളിലേക്ക് വരുന്നൊരു സമയമാണ് ധനുക്കൂറുകാരെ സംബന്ധിച്ച് ഈ കാലഘട്ടം. പ്രത്യേകിച്ച് വ്യാപാര മേഖലയിലൊക്കെ തന്നെ മാറ്റങ്ങൾ വന്നു തുടങ്ങും. കഴിഞ്ഞ കുറച്ചു കാലമായി നേരിടുന്ന ഒരു മോശ സമയത്തിൽ നിന്ന് ആനുകൂല്യത്തിലേക്ക് പോകുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ഏറെ നല്ല മാറ്റങ്ങൾ സമീപഭാവിയിൽ പ്രതീക്ഷിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങളൊക്കെ തന്നെ ആരംഭിച്ചു വെക്കാനും, പുതിയ പദ്ധതികൾ, ഇനി സ്വന്തമായ വ്യാപാര വാണിജ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിൽ പുതിയ സംരംഭങ്ങൾക്ക് സമാരംഭം കുറിച്ച് വെക്കാവുന്നൊരു സമയമാണ്. വിവാഹ കാര്യങ്ങൾക്കൊക്കെ ഉദ്യമിക്കാൻ, പുതിയ പ്രപ്പോസലുകൾ തൊഴിൽ മേഖലകളിലൊക്കെ വെച്ചാലും അത് ഗവൺമെൻറ് ഭാഗത്തു നിന്നൊക്കെ അംഗീകാരം കിട്ടാനും അതിനേക്കുള്ള മറ്റ് സാമ്പത്തിക സ്രോതസ്സുകൾ പുതുതായി കണ്ടെത്താനും ഒക്കെ യോഗ്യവും അനുഗ്രഹീതമായ സമയമാണ്. ദമ്പതികൾക്ക് നല്ലൊരു കാലഘട്ടം, സുഖകരമായ ദാമ്പത്യ ജീവിതമൊക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാവുന്ന ഒരു സമയം. എങ്കിലും ശനിയുടെ 4ാം ഭാവത്തിലെ നിൽക്കൽ കൊണ്ട് തന്നെ ഗൃഹത്തിൽ അല്പം മാതാവിന് ദോഷങ്ങളൊക്കെ തന്നെ വരാനും രോഗാവസ്ഥകൾ ഒക്കെ തന്നെ വന്നു ചേരും എന്നുള്ളത് കൊണ്ട് തന്നെ പരിഹാരാർത്ഥമായി ഹനുമാൻ സ്വാമിയെ ഭജിക്കുക ഈ സമയത്ത് വളരെ വിശേഷമായിട്ടുള്ള കാര്യമാണ്. ഹനുമാൻ ചാലീസ മന്ത്രം അറിയണവരുണ്ടെങ്കിൽ അത് ജപിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ പാരായണം ശ്രമിക്കുക എന്നുള്ളത് കൊണ്ട് അനുഭവങ്ങൾ ഉണ്ടാവും. ഹനുമാൻ ക്ഷേത്രങ്ങൾ, ശ്രീരാമക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കുക. ഭഗവാന് വെറ്റില കൊണ്ട് മാല സമർപ്പിക്കുക, ശ്രീരാമ മന്ത്രം എഴുതിയ മാല സമർപ്പിക്കുന്നതൊക്കെ തന്നെ വിശേഷമാണ്. രാമായണ കാലഘട്ടം കൊണ്ട് നടന്നുകൊണ്ടിരിക്കുക സുന്ദരകാന്ഡ പാരായണത്തിൻ്റെ ശ്രവണം കൊണ്ടും അല്ലെങ്കിൽ സ്വമേധയാ പാരായണം ചെയ്യാൻ അറിയണവര് ആയത് പാരായണം ചെയ്യണ കൊണ്ടും ഏറെ നല്ല ഗുണാനുഭവങ്ങൾ, അനുഗ്രഹങ്ങൾ വന്നു ചേരും. ആയത് ധനുക്കൂറുകാരുടെ ഫലം. മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദങ്ങൾ, തിരുവോണം അവിട്ടത്തിൻ്റെ 1, 2 പാദങ്ങൾ അത്രേ ഈ സമയം. ശത്രു ഭയദുഃഖങ്ങളെ കൊണ്ട് അല്പമൊക്കെ വിഷമം അനുഭവിക്കുന്ന ഒരു കാലഘട്ടം. ചെറിയ രീതിയിലുള്ള രോഗം അനുഭവിക്കുന്നവർ, മെഡിസിൻ കഴിക്കണവർ, മരുന്ന് കഴിക്കണവർക്കൊക്കെ രോഗ അവസ്ഥകളൊക്കെ തന്നെ അല്പം ഒന്ന് മൂർധന്യാവസ്ഥയിലെത്താൻ കാരണമായിട്ടുള്ള സമയമായതുകൊണ്ട് അല്പം വിഷമതകൾ, അരിഷ്ടതകളൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടമാണ്. അല്പം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടവും കൂടിയാണ്. ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ അല്പം വിഷമുണ്ടാവുന്നൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ വാക്കുകളൊക്കെ അബദ്ധമായി പല അവസരങ്ങളും നഷ്ടാവുന്ന ഒരു സമയമാണ്. വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടം എന്നുള്ളത് കൊണ്ട് തന്നെ ആരോഗ്യവും ആയുസ്സും സംബന്ധമായ ദോഷങ്ങൾ വന്നു ചേരാവുന്നത് കൊണ്ട് ശിവങ്കൽ ധാരയും പിൻവിളക്കും നടത്തുക. മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച അല്ലെങ്കിൽ അവരവരുടെ ജന്മനക്ഷത്ര പ്രകാരം ശിവക്ഷേത്രത്തിൽ കൂവളമാലയും അതുപോലെ തന്നെ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും കഴിക്കുന്നത് ഏറെ ഗുണഫലങ്ങൾ വരും. ഗണപതിയെയും ഭജിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഗണപതി ഹോമങ്ങൾ നടത്തുക. കർക്കിടക മാസത്തിൽ പ്രധാന വിശേഷങ്ങളൊക്കെ അടുത്ത ക്ഷേത്രത്തിലുണ്ടെങ്കിൽ ഗണപതി ഹോമം അല്ലെങ്കിൽ സ്വന്തം നാൾക്ക് ഗണപതി ഹോമം നടത്തുക. കർഗമാല ഗണപതിക്ക് സമർപ്പിക്കുക എന്നുള്ളത് കൊണ്ട് ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ ദോഷഫലങ്ങളിൽ നിന്ന് അല്പം ഒരു അറുതി വന്നു ചേരുന്നൊരു കാലഘട്ടം അത്രേ മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടം. ഇനി കുംഭക്കൂറിലേക്ക് വരുമ്പോൾ അവിട്ടത്തിൻ്റെ 3, 4 പാദങ്ങൾ, ചതയം, പൊരുരുട്ടാതിയുടെ 1, 2, 3 പാദങ്ങൾ. ധനലാഭവും അഭിവൃദ്ധിയും വന്നു ചേരുന്നൊരു സമയം. സ്ത്രീകൾക്ക് ആഭരണങ്ങൾ അല്ലെങ്കിൽ പുതിയ അസറ്റുകൾ ഒക്കെ തന്നെ വാങ്ങിച്ചേരാനും അത് സൂക്ഷിക്കാനും ഉണ്ടാക്കിയ വസ്തുക്കളൊക്കെ തന്നെ വർദ്ധിപ്പിക്കാനും ബിസിനസ് വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഏറെ നല്ല ഐശ്വര്യങ്ങളും വന്നു ചേരുന്നൊരു കാലഘട്ടമാണ്. സുഹൃത്തുക്കളെ കൊണ്ട് ഏറെ നേട്ടങ്ങൾ, അനുഗ്രഹങ്ങൾ വന്നു ചേരുന്ന ഈ കാലഘട്ടത്തിൽ ഏറെക്കാലമായിട്ടുണ്ടായിട്ടുള്ള കേസുകൾക്കൊക്കെ തീർപ്പുണ്ടാവാനും പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്തവർക്ക് അതിനുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ, സംവിധാനങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു കാലഘട്ടവും കൂടിയാണ്. ഈ കാലഘട്ടത്തിലെ ഐശ്വര്യാഭിവൃദ്ധിക്കായിക്കൊണ്ട് ദേശദേവതയായിട്ടുള്ള ഭഗവതി, ദേശത്തിലെ പ്രധാന ഭഗവതി ക്ഷേത്രം ഉണ്ടെങ്കിൽ ആ ദേവിയെ ഭജിക്കുക, നെയ്വിളക്ക് സമർപ്പിക്കുക. ലളിതാ സഹസ്രനാമ മന്ത്രം വെള്ളിയാഴ്ചയോ പൗർണമിക്കോ അല്ലെങ്കിൽ ഞായറാഴ്ചയോ ഒക്കെ സന്ധ്യാസമയത്ത് വിളക്ക് കൊളുത്തി അവരുടെ ഗ്രഹങ്ങൾ ഇത് ജപിക്കുമെങ്കിൽ ഏറെ നല്ല ഐശ്വര്യങ്ങളും ഈ സമയത്ത് വന്നു ചേരും എന്നുള്ളതിൽ സംശയമില്ല. ഇനി മീനക്കൂറിലേക്ക് വന്നു ചേരുന്ന സമയത്ത് പൊരുരുട്ടാതിയുടെ 4ാം പാദവും ഉത്രട്ടാതിയും രേവതിയും ചേർന്നിരിക്കുന്നതായ സമയം. മീനക്കൂറുകാര് അല്പം ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. മിശ്രഫലം തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളവും. ധനമൊക്കെ അനാവശ്യ സ്രോതസ്സിലൂടെ, പ്രതീക്ഷിക്കാത്ത മാർഗത്തിലൂടെ ധനം അനാവശ്യമായിട്ട് പാഴായിട്ട് ചിലവാവാനുള്ളൊരു കാലഘട്ടം. അതും പല രീതിയിൽ
ചികിത്സാ പദ്ധതികൾക്കായിക്കൊണ്ടൊക്കെ ആരോഗ്യം ഒക്കെ തന്നെ ചെറിയ ബുദ്ധിമുട്ടുകൾ വരിക കൊണ്ട് ധനം അനാവശ്യമായി ചെലവാവാൻ കാരണഭൂതമായ ഒരു സമയമാണ്. ഇനി മൃഗങ്ങളുമായി ബന്ധപ്പെട്ട മേഖലയിൽ, കാർഷിക സംബന്ധമായ മേഖലയിലുള്ളവർക്കാണെങ്കിൽ അല്പമൊക്കെ തന്നെ അഭിവൃദ്ധി വന്നു ചേരാവുന്ന ഒരു കാലഘട്ടമാണ്. മറ്റുള്ളവരുടെ പ്രശംസ ഇതൊക്കെ തന്നെ പിടിച്ചു പറ്റുമെങ്കിലും ധനം യോഗ്യമല്ലാത്ത വിഷയങ്ങൾക്ക് ചെലവാക്കുകൊണ്ട് ധനത്തിനൊക്കെ ക്ഷാമം നേരിടാവുന്ന ഒരു കാലഘട്ടമാണ്. വളരെ ശ്രദ്ധയോടുകൂടി ആയത് വിഷയങ്ങളെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാലഘട്ടമാണെങ്കിലും ദാമ്പത്യ സുഖവും ഗൃഹത്തിലെ ഐശ്വര്യവും ശാന്തിയും സമാധാനവും വന്നു ചേരും. നവഗ്രഹങ്ങളെ പൂജിക്കൊണ്ട് ഈ കാലഘട്ടത്തിലെ ദോഷഫലങ്ങളിൽ നിന്ന് മീനക്കൂറുകാർക്ക് വലിയൊരു അറുതി ഉണ്ടാവും. തൊട്ടടുത്ത നവഗ്രഹ ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ ചെല്ലണതും പ്രാർത്ഥിക്കുന്നതും നവഗ്രഹങ്ങൾക്ക് വിശേഷമായ പൂജ നൽകുന്നതും വളരെ പ്രാധാന്യമുള്ളതാണ്. നവഗ്രഹ സ്തോത്രമാല അറിയണവരുണ്ടെങ്കിൽ ഗൃഹത്തിങ്കൽ ഇരുന്ന് ആ നവഗ്രഹ സ്തോത്രമാല ജപിക്കുന്നത് ഏറെ വിശേഷമാണ്. നമസൂര്യായ സോമായ മംഗളായ ബുധായ ച ഗുരുശുക്ര ശനിഭ്യശ്ചരാഹവേ കേതവേ നമ എന്നുള്ള നവഗ്രഹ മന്ത്രവും 24 ഉരു ജപിച്ച ഭഗവത് പ്രീതിക്ക് പാത്രീഭൂതരാകുവാനും സാധിക്കും. ഇത് മീനക്കൂറുകാരുടെ വിഷയം. ഇപ്രകാരം ഓരോരോ നക്ഷത്ര ഗണങ്ങൾക്കും അവരുടേതായ സ്വന്തം ഫലങ്ങളുണ്ട്. പലരും ഫോണിലൂടെയും മറ്റുമൊക്കെ വിളിച്ച് ഈ ഫലങ്ങളുടെ പൊതുവായ വിഷയങ്ങൾ ചോദിക്കുമെങ്കിലും ഉത്തരമായി പറയാനുള്ളത് വ്യക്തിപരമായ അവരവരുടെ ഫലങ്ങളാണ് പൂർണ്ണമായും യോഗ്യം. ഇത് പൊതുവായ ഫലങ്ങളാണ്. അവരവരുടെ ജന്മസമയങ്ങളും ദശാകാലങ്ങളും അനുസരിച്ച് ഫലങ്ങളിൽ ഏറെ മാറ്റം ഉണ്ടാവും. ആയത് ശ്രദ്ധിക്കുക എന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഈശ്വരഭജനത്തിലൂടെ നമ്മെ ബാധിച്ചിട്ടുള്ള ദോഷഫലങ്ങളിൽ നിന്ന് മുക്തി നേടാനും ക്ഷേത്രങ്ങളിൽ ചെന്ന് നിത്യവും വഴിപാടുകൾ, പ്രാർത്ഥനകൾ, നാമജപങ്ങൾ എല്ലാം തന്നെ ചെയ്തുകൊണ്ട് ദോഷഫലങ്ങളുടെ കാഠിന്യം കുറച്ചുകൊണ്ട് ഈശ്വര അനുഗ്രഹം കൂടുതൽ പാത്രീഭൂതരാകുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ശ്രദ്ധിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി മറ്റൊരു അധ്യായത്തിൽ കാണാം. നമസ്കാരം.